ഹായ്, അപ്ബീറ്റ് പിനാക്കിൾ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന പാഠം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പാഠമാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നീറ്റിൽ ഏകദേശം 90 ക്വസ്റ്റ്യൻ ഏതാ ബയോളജിയാണ്. അതിൽ ഏകദേശം എങ്ങനെ പോലും ഒരു 2-3 ക്വസ്റ്റ്യൻ റീപ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, രണ്ടാമത്തെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. എങ്ങനെ പോലും ഒരു 2-3 ഷുവർ ക്വസ്റ്റ്യൻ കിട്ടുന്നൊരു പാഠമാണ് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നൊരു പാഠം. അന്നേരം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഒരു ഹ്യൂമൻസ് എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണ്? സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഹ്യൂമൻസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ആളുകളാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത എന്താ? അതിന് ഗ്യാമറ്റ് വേണം. എന്ത് വേണം? ഗ്യാമറ്റ് വേണം. മെയിൽ ഗ്യാമറ്റും വേണം, അതേപോലെ തന്നെ ഫീമെയിൽ ഗ്യാമറ്റും വേണം. ഓക്കെ, ഹ്യൂമൻസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ആളുകളാണ്. അവർക്ക് എന്ത് വേണം? ഗ്യാമറ്റ്സ് വേണം, മെയിൽ ഗ്യാമറ്റും വേണം, ഫീമെയിൽ ഗ്യാമറ്റും വേണം. ഈ ഗ്യാമറ്റ് ഉണ്ടാകുന്ന പരിപാടിനെയാണ് ഗ്യാമറ്റോജെനിസിസ് എന്ന് വിളിക്കുന്നത്. ഗ്യാമറ്റ് ഉണ്ടാകുന്ന അല്ലെ ഗ്യാമറ്റ് ജനറേറ്റ് ചെയ്യുന്ന പരിപാടിനെയാണ് ഗ്യാമറ്റോജെനിസിസ് എന്ന് വിളിക്കുന്നത്. അന്നേരം മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും ഉണ്ടായി. ഇനി ഈ മെയിൽ ഗ്യാമറ്റ് ഫീമെയിൽ ഗ്യാമറ്റും കൂടി ചേരണ്ടേ? അന്നേരം മെയിൽ ഗ്യാമറ്റ് മെയിലിലും ഫീമെയിൽ ഗ്യാമറ്റ് ഫീമെയിലാണ് ഉണ്ടാകുന്നത്. ഈ മെയിൽ ഗ്യാമറ്റ് എങ്ങോട്ട് എത്തണം? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് എത്തണം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് എത്തണം. ആ ഒരു പരിപാടിനെ വിളിക്കുന്നവരാണ് ഇൻസെമിനേഷൻ. മെയിൽ ഗ്യാമറ്റ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് എത്തുന്ന പരിപാടിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. എന്താണ് ഇൻസെമിനേഷൻ? ഇനി മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും ഇപ്പം എവിടെത്തി? ഫീമെയിൽ ബോഡിയിലെത്തി. ഇനി എന്ത് ചെയ്യണം? ഈ മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും കൂടി ചേരണം. മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും കൂടി ചേരുന്ന പരിപാടിനാണ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ എന്താണ്? മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും ഉണ്ടാകുന്ന പരിപാടിനെ വിളിക്കുന്ന പേരാണ്, ഫ്യൂസ് ചെയ്യുന്ന പരിപാടിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും ഫ്യൂസ് ചെയ്യുന്ന പരിപാടിനെ വിളിക്കുന്നവരാണ് ഫെർട്ടിലൈസേഷൻ. അന്നേരം ഗ്യാമറ്റ് ഉണ്ടായി, ഗ്യാമറ്റ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലെത്തി, പിന്നെ എന്ത് നടന്നു? ഫെർട്ടിലൈസേഷൻ നടന്നു. ഇനി ഇത് ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്തിട്ട് യൂട്രസിൻ്റെ വാളിൽ ഈ ഡെവലപ്പ് ചെയ്ത സാധനം എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. ആ ഒരു പരിപാടിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. യൂട്രസിൻ്റെ വാളിൽ അറ്റാച്ച് ചെയ്യുന്ന പരിപാടിനെ വിളിക്കുന്നവരാണ് ഇംപ്ലാന്റേഷൻ. അതായത് ഇംപ്ലാന്റേഷൻ വരെ മനസ്സിലായി. ഇനി ഡെവലപ്മെൻറ്റ് നടക്കും. ഡെവലപ്മെൻറ്റ് എങ്ങനെ നടക്കുന്നത്? ഗസ്റ്റേഷൻ. ആ ഡെവലപ്മെൻറ്റിനെ വിളിക്കുന്നവരാണ് ഗസ്റ്റേഷൻ. ഏകദേശം 9 മാസം ഉണ്ടെന്നൊക്കെ അറിയാമല്ലോ ഗസ്റ്റേഷൻ പീരീഡ്. പിന്നെ ലാസ്റ്റ് നടക്കുന്ന പരിപാടി എന്താ? ഡെലിവറി ഓഫ് ദ ബേബി. അതിനെ വിളിക്കുന്നവരാണ് പാർച്ചുറേഷൻ. ഇതാണ് പാർച്ചുറേഷൻ. അതായത് ഒരു ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നടക്കുന്ന പരിപാടി ഇതൊക്കെയാണ്. ആദ്യമേ ഗ്യാമറ്റ് ഉണ്ടാകും. ആ ഒരു പരിപാടിനെ വിളിക്കുന്ന പേരാണ് ഗ്യാമറ്റോജെനിസിസ്. മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും ഉണ്ടാകുന്ന പരിപാടിനെ വിളിക്കുന്ന പേരാണ് ഗ്യാമറ്റോജെനിസിസ്. ഇനി ഈ മെയിൽ ഗ്യാമറ്റ് മെയിൽ ബോഡിയിലും ഫീമെയിൽ ഗ്യാമറ്റ് ഫീമെയിൽ ബോഡിയിലുമാണ് ഇരിക്കുന്നത്. ഇനി ഈ മെയിൽ ഗ്യാമറ്റ് എങ്ങോട്ടെത്തണം? ഫീമെയിൽ ബോഡിയിലോട്ട് എത്തണം. അതായത് ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് എത്തണം. ആ ഒരു പരിപാടിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ. അതായത് മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ബോഡിയിലെത്തി. ഇനി അവർ തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു. എന്നിട്ട് ഫെർട്ടിലൈസ്ഡ് പ്രോഡക്റ്റ് യൂട്രസിൻ്റെ വാളിൽ അറ്റാച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? ഇംപ്ലാന്റേഷൻ. പിന്നെ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. അതാണ് ഗസ്റ്റേഷൻ. പിന്നീട് എന്ത് നടക്കും? ബേബി ഡെലിവറി ചെയ്യും. ആ പരിപാടിനെ വിളിക്കുന്നവരാണ് പാർച്ചുറേഷൻ. എന്താണ്? പാർച്ചുറേഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് ഒരു പെയർ ടെസ്റ്റിസ് ഉണ്ട്. ഒരു പെയർ ടെസ്റ്റിസ്. പിന്നെ ആക്സസറി ഡെറ്റ് ഉണ്ട്, ഗ്ലാൻഡ് ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. ജെനിറ്റാലിയ. കാരണം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഒരു പെയർ ടെസ്റ്റിസ് ഉണ്ട്, ആക്സസറി ഡെറ്റ് ഉണ്ട്, ഗ്ലാൻഡ് ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. ഈ ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ
മെയിൽസിൻ്റെ പ്രൈമറി സെക്സ് ഓർഗനാണ്. ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അബ്ഡോമിന് വെളിയിൽ ഒരു പൗച്ചിലാണ്. ആ പൗച്ചിനെ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം. ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അബ്ഡോമിന് വെളിയിലുള്ളൊരു പൗച്ചിലാണ്. ആ പൗച്ചിനെ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം. സ്ക്രോട്ടത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. സ്ക്രോട്ടത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. ഇത് നമ്മുടെ സ്പേം പ്രൊഡക്ഷന് അഥവാ സ്പേം പ്രൊഡക്ഷനെ വിളിക്കുന്ന പേര് സ്പെർമാറ്റോജെനസിസ്. സ്പേം പ്രൊഡക്ഷനെ വിളിക്കുന്ന പേര് സ്പെർമാറ്റോജെനസിസാണ്. കാരണം ഈ സ്പെർമാറ്റോജെനസിസിന് ഈ ലോ ടെമ്പറേച്ചർ വേണം. അതുകൊണ്ടാണ് ടെസ്റ്റിസ് സ്ക്രോട്ടത്തിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രോട്ടത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. അത് സ്പെർമാറ്റോജെനസിസിന് വേണം. ഇനി ഈ ടെസ്റ്റിസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 250ഓളം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. 250ഓളം കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റ്സിനെ വിളിക്കുന്ന പേര് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്നാണ്. എന്ത് വിളിക്കും? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. നമ്മൾ ആ ടെസ്റ്റിസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 250ഓളം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ കമ്പാർട്ട്മെൻറ്റ്സിനെ വിളിക്കുന്ന പേര് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്നാണ്. ഒരു ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എടുക്കുകയാണെങ്കിൽ 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫെറസ് ട്യൂബുകളുണ്ട്. ഓക്കെ. അന്നേരം നമ്മളെ ടെസ്റ്റിസ് എടുക്കണ ഏകദേശം 250ഓളം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ കമ്പാർട്ട്മെൻറ്റ്സിനെ വിളിക്കുന്നവർ ടെസ്റ്റിക്കുലാർ ലോബുകൾ എന്നാണ്. ആ ലോബുകളിൻ്റെ അകത്ത് ഓരോ ലോബുകളിൻ്റെ അകത്തും ഏകദേശം 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫെറസ് ട്യൂബുകളുണ്ട്. ഈ സെമിനിഫെറസ് ട്യൂബുകളിനെ 2 ടൈപ്പ് സെൽസ് ലൈൻ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്പെർമാറ്റോഗോണിയ സെൽസ്. 2 സെർട്ടോളി സെൽസ്. അന്നേരം സെമിനിഫെറസ് ട്യൂബുകളിനെ 2 ലൈൻ ചെയ്യുന്ന 2 സെൽസ് ഉണ്ട്. ഒന്ന് സ്പെർമാറ്റോഗോണിയ സെൽസും 2 സെർട്ടോളി സെല്ല്. സ്പെർമാറ്റോഗോണിയ സെൽസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മെയിൽ ജേം സെൽ. എന്താണ്? മെയിൽ ജേം സെൽ. ഓക്കെ. ഈ സ്പെർമാറ്റോഗോണിയൽ സെല്ലിന് മിയോസിസ് നടന്നിട്ടാണ് സ്പേം ഉണ്ടാകുന്നത്. സ്പെർമാറ്റോഗോണിയൽ സെൽസിന് മിയോസിസ് നടന്നിട്ടാണ് സ്പേം ഉണ്ടാകുന്നത്. ഈ സെർട്ടോളി സെൽസ് ന്യൂട്രീഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെർട്ടോളി സെൽസ് എന്ത് കൊടുക്കും? ന്യൂട്രീഷൻ കൊടുക്കും. കാരണം സെമിനിഫെറസ് ട്യൂബുകളിനെ ലൈൻ ചെയ്യുന്ന 2 ടൈപ്പ് സെല്ലുണ്ട്. ഒന്ന് സ്പെർമാറ്റോഗോണിയ സെല്ലും 2 സെർട്ടോളി സെല്ലും. സ്പെർമാറ്റോഗോണിയ സെല്ല് ഇനി മിയോസിസ് നടന്നിട്ടാണ് സ്പേം ഉണ്ടാകുന്നത്. സെർട്ടോളി സെല്ല് ന്യൂട്രീഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്പേമിന് വേണ്ട ന്യൂട്രീഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സെമിനിഫെറസ് ട്യൂബുകളിന് ചുറ്റുമുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്. ഈ സ്പേസിൽ ഇൻ്റർസ്റ്റീഷ്യൽ സെല്ല് അഥവാ ലേഡിക് സെല്ല് കാണും. സെൽസും കാണും. കുറച്ച് ബ്ലഡ് വെസൽസ് ഒക്കെ കാണും. ഈ ലേഡിക് സെൽസാണ് ആൻഡ്രജനെ സെക്രേറ്റ് ചെയ്യുന്നത്. മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രജനെ സെക്രേറ്റ് ചെയ്യുന്നത് ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കിടന്ന ഇൻ്റർസ്റ്റീഷ്യൽ സെല്ല് അഥവാ ലേഡിക് സെല്ലാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ആക്സസറി ഡക്റ്റ്. ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ആക്സസറി ഡക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. റെക്റ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമസ്, വാസ് ഡിഫറൻസ്. ഇത്രയാണ് മെയിൽസിൽ കാണുന്ന ആക്സസറി ഡക്റ്റ്. റെക്റ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമസ്, വാസ് ഡിഫറൻസ്. എക്സാമിന് ചോദിക്കുന്ന ചോദ്യം ഇതിൻ്റെ കറക്റ്റ് ഓർഡറാണ്. ഏതാ ഓർഡർ? റെക്റ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമസ്, വാസ് ഡിഫറൻസ്. റീഡ് എന്നാലോചിച്ചാൽ മതി. RIED. റെക്റ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമസ്, വാസ് ഡിഫറൻസ്. 2 V നടുക്കാണ് വരുന്നത്. രണ്ടാമത് നാലാമത് ആദ്യത്തെ ലെറ്റർ V ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. റീഡ് എന്ന് പറഞ്ഞാൽ കോഡും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും.
തിരിഞ്ഞു പോകരുത്. റെക്ടൽ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമസ്, വാസ് ഡിഫറൻസ്. ഇതാണ് ഓർഡർ. ഇനി വാസ് ഡിഫറൻസ് സെമിനൽ വെസിക്കിളിൽ നിന്ന് ഒരു ഡക്റ്റും കൂടി ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടി എങ്ങോട്ട് ഓപ്പൺ ചെയ്യും? യുറേത്രയിലോട്ട് ഓപ്പൺ ചെയ്യും. അന്നേരം സെമൻ റെക്ടൽ ടെസ്റ്റിസ് വഴി, വാസ എഫറൻഷ്യ വഴി, എപ്പിഡൈഡിമസ്, വാസ് ഡിഫറൻസ് എത്തുന്നു. പിന്നെ സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള ഒരു ഡക്റ്റും കൂടി വരും. എന്നിട്ട് ഇവരെല്ലാം കൂടി ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് മാറും. എന്തായിട്ട് മാറും? ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് മാറും. യുറേത്രയിലോട്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് മാറും. എന്നിട്ട് യുറേത്രയുടെ ഓപ്പണിങ്ങിനെ വിളിക്കുന്നവരാണ് യുറേത്രൽ മിയാറ്റസ്. എന്താണ്? യുറേത്രൽ മിയാറ്റസ്. ഇതുവഴി സെമൻ അല്ലെങ്കിൽ സ്പേം വെളിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ആക്സസറി ഡക്റ്റ്, റെക്ടൽ ടെസ്റ്റിസ് ഉണ്ട്, വാസ എഫറൻഷ്യ ഉണ്ട്, എപ്പിഡൈഡിമസ് ഉണ്ട്, വാസ് ഡിഫറൻസ് ഉണ്ട്. സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള ഡക്റ്റും കൂടി വരുന്നു. എന്നിട്ട് നേരെ യുറേത്രയിലോട്ട് ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് മാറുന്നു. യുറേത്രൽ മിയാറ്റസ് ആണ് ഓപ്പണിങ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്സസറി ഗ്ലാൻസ് ആണ്. ഗ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെമിനൽ വെസിക്കിൾ ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഉണ്ട്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ഉണ്ട്. ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. കാരണം ഗ്ലാൻസ് ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിൾ ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഉണ്ട്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ഉണ്ട്. സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഇവരുടെയൊക്കെ സെക്രേഷൻസിനെ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മ. ഈ ഗ്ലാൻസിൻ്റെയൊക്കെ സെക്രേഷനെ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. ഇതും സ്പെർമാറ്റോസോവയായിട്ട് ചേരാന്നേരമാണ് നമ്മൾ സെമൻ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, സെമിനൽ പ്ലാസ്മയും സ്പെർമാറ്റോസോവയും കൂടി ചേരാന്നേരമാണ് നമ്മൾ സെമൻ എന്നൊക്കെ വിളിക്കുന്നത്. ഇനി ഈ സെമിനൽ പ്ലാസ്മയുടെ അകത്ത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് തുടങ്ങിയ കോമ്പൗണ്ട്സൊക്കെ ഉണ്ട്. ഫ്രക്ടോസ്, ഗ്ലൂക്കോസൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ്. എക്സ്റ്റേണൽ ജെനിറ്റാലിയ അതിനകത്ത് പറയുമ്പോൾ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഏതാ? പീനിസ്. അത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എങ്കിലോ ഇറക്ഷൻ നടക്കത്തുള്ളൂ. ഇറക്ഷൻ നടക്കണമെങ്കിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ വെച്ചായിരിക്കും ഈ പീനിസ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ പീനിസിൻ്റെ അറ്റം എൻലാർജ്ഡ് ആണ്. ആ എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ്. എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ്. ഇനി ഈ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്യുന്ന ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ. ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്യുന്ന സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ. ഇതോടെ എന്ത് കഴിഞ്ഞു? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കഴിഞ്ഞു. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് ഒരു പെയർ ടെസ്റ്റിസ് ഉണ്ട്, ആക്സസറി ഡക്റ്റ് ഉണ്ട്, ഗ്ലാൻഡ് ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ക്രോട്ടത്തിലാണ്. 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണ് എങ്കിലും സ്പെർമാറ്റോജനസിസ് നടക്കത്തുള്ളൂ. ഏകദേശം 250ഓളം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ കമ്പാർട്ട്മെൻറ്റ്സിനെ വിളിക്കുന്ന പേര് ടെസ്റ്റിക്കുലർ ലോബുല എന്നാണ്. ഒരു ലോബുലിൻ്റെ അകത്ത് ഏകദേശം 1 മുതൽ 3 വരെ സെമിനിഫറസ് ട്യൂബുകളുണ്ട്. ഈ സെമിനിഫറസ് ട്യൂബുലിനെ ലൈൻ ചെയ്യുന്ന 2 ടൈപ്പ് സെൽസ് ഉണ്ട്, സ്പെർമാറ്റോഗോണിയ സെൽസും സെർട്ടോളി സെല്ലും. സ്പെർമാറ്റോഗോണിയ സെല്ലിനെ മിയോസിസ് നടന്നാണ് സ്പേം ഉണ്ടാകുന്നത്. സെർട്ടോളി സെല്ല് ന്യൂട്രീഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആക്സസറി ഡക്റ്റ് ഏതൊക്കെയാണ്? റെക്ടൽ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമസ്, വാസ് ഡിഫറൻസ്. പിന്നെ സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള ഡക്റ്റും വരും. യുറേത്രയിലോട്ട് ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് ഓപ്പൺ ചെയ്യും. ഗ്ലാൻസ് ഏതൊക്കെയാണ്? പ്രോസ്റ്റേറ്റ്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾ. ഈ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് പീനിസിന് ലൂബ്രിക്കേഷൻ കൊടുക്കുകയും ചെയ്യും. എന്ത് ചെയ്യും? അതിൻ്റെ സെക്രേഷൻസ് ലൂബ്രിക്കേഷൻ കൊടുക്കുകയും ചെയ്യും. ഇനി എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ കാര്യം പറയാം. പീനിസാണ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അത് ഇറക്ഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ടിപ്പ് എൻലാർജ്ഡ് ആണ്. ആ എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസിനെ വിളിക്കുന്ന പേര് ഗ്ലാൻസ് പെനിസ് എന്നാണ്. അതിനെ കവർ ചെയ്യുന്ന സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ. പ്രീവിയസ് വെച്ചിട്ടുള്ളൊരു ചോദ്യമാണ് സീക്വൻസ് ഓഫ് ഈവൻസ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഈവൻസിൻ്റെ സീക്വൻസ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. ആദ്യം എന്തുണ്ടാവും? ഗ്യാമറ്റ് ഉണ്ടാവും. ഗ്യാമറ്റ് പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് എത്തണം, അതായത് ഇൻസെമിനേഷൻ നടക്കണം. പിന്നെ എന്ത് നടക്കും? അവരെ തമ്മിൽ ഫ്യൂസ് ചെയ്യും, ഫെർട്ടിലൈസേഷൻ. പിന്നെ യൂട്രസിൻ്റെ വാളി അറ്റാച്ച് ചെയ്യും, ഇംപ്ലാന്റേഷൻ. പിന്നെ എന്ത് നടക്കും? അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കും, അതാണ് ഗസ്റ്റേഷൻ. പിന്നെ ഡെലിവറി ഓഫ് ദ ബോഡി, പാർച്ചുറേഷൻ.
ഓപ്ഷൻ എ നോക്കിക്കേ, കറക്റ്റ് ഓർഡറിലല്ലേ വന്നേ, വേറെ ഉത്തരം ഏതായിരിക്കും? എ ആയിരിക്കും. ബാക്കി നോക്കിയാൽ മതി, ഓർഡർ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുന്നത്. വരാം, ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ പ്രൊഡ്യൂസ് ആൻഡ്രജൻ? ആൻഡ്രജൻ ഉണ്ടാക്കുന്ന ഏതാ? സെർട്ടോളി സെല്ല്. സെർട്ടോളി സെല്ല് നമുക്കറിയാം ന്യൂട്രീഷൻ കൊടുക്കത്തുള്ളൂ. ലേഡിക് സെല്ല് ആൻഡ്രജൻ ഉണ്ടാക്കുന്ന ആളാണ്. ലേഡിക് സെല്ല് ആൻഡ്രജൻ ഉണ്ടാക്കും. സ്പെർമാറ്റോഗോണിയ എന്താ ഉണ്ടാക്കുന്നത്? സ്പെർമാറ്റോസോവയാണ് ഉണ്ടാക്കുന്നത്. സെമിനൽ വെസിക്കിൾ നമുക്കറിയാം ഗ്ലാൻഡ് ആണ്, അത് മറ്റേ സെമിനൽ പ്ലാസ്മയാണ് ഉണ്ടാക്കുന്നത്. കാര്യം ഇതിലെ ഓപ്ഷൻ ഏതായിരിക്കും? ആൻഡ്രജൻ ഉണ്ടാക്കുന്നതല്ലേ ചോദിച്ചത്? ഓപ്ഷൻ ബി, ലേഡിക് സെല്ലാണ് ഉത്തരം. ഫംഗ്ഷൻ ഓഫ് സെർട്ടോളി സെല്ലീസ്. സെർട്ടോളി സെല്ലിൻ്റെ ഫംഗ്ഷൻ ഒന്ന്, അണ്ടർഗോ മിയോസ് ആൻഡ് ഫോം സ്പെർമാറ്റോസോവ. മിയോസ് നടന്ന് സ്പെർമാറ്റോസോവ ഉണ്ടാകുന്ന സെല്ല് ഏതാ? സ്പെർമാറ്റോഗോണിയാണ്. സ്പെർമാറ്റോഗോണിയാണ്, അതിലെ എ അല്ല ഓപ്ഷൻ. ആൻഡ്രജൻ ഉണ്ടാക്കുന്ന ആരാ? ലേഡിക് സെല്ലാണ്, അതിരം ബി അല്ല ഓപ്ഷൻ. പ്രൊവൈഡ് ലൂബ്രിക്കേഷൻ ടു പെനിസ്. പെനിസിന് ലൂബ്രിക്കേഷൻ കൊടുക്കുന്ന ആരാ? ബൾബ് യൂറട്രൽ ഗ്ലാൻഡിൻ്റെ സെക്രേഷനാണ്, അന്നേരം അതുമല്ല ഉത്തരം. ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യും. സ്പെമിന് വേണ്ട ന്യൂട്രീഷൻ, സ്പെർമാറ്റോസോവയ്ക്ക് വേണ്ട ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യലാണ് ആരുടെ പരിപാടി? സെർട്ടോളി സെല്ലിൻ്റെ പരിപാടി. അന്നേരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം.